ഹായ് ഫ്രണ്ട്സ്, എഡ്യൂക്കേറ്റിലേക്ക് സ്വാഗതം. 2024-25 വർഷത്തെ LBS ഡിപ്ലോമ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ വെബ്സൈറ്റ് വഴി ഓപ്ഷൻ നൽകേണ്ടതാണ്. എങ്ങനെ ഓപ്ഷൻ നൽകണം, എത്ര തവണ എഡിറ്റ് ചെയ്യാം, കുറഞ്ഞ റാങ്കുള്ളവർ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. എങ്ങനെയാണ് മൊബൈലിൽ തന്നെ ഓപ്ഷൻ നൽകാമെന്ന് നോക്കാം. ഓപ്ഷൻ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് 27 നവംബറാണ്. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് 30 നവംബറുമാണ് വരുന്നത്. ഓപ്ഷൻ നൽകുന്നവർ മൊബൈലിൽ ഏത് ബ്രൗസറാണോ ഉപയോഗിക്കുന്നത് അത് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റുക. അതിനുശേഷം ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് സ്ക്രീൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ LBSൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. സൈറ്റ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും രജിസ്റ്റർ നമ്പരും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് വരുന്ന പേജിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ഓപ്ഷൻ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ നൽകാവുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ നിരവധി കോളേജുകളും കോഴ്സുകളും നൽകിയിട്ടുണ്ട്. ആദ്യമായി DPharm, പിന്നെ DHI, DMLT അങ്ങനെ ഓരോ കോഴ്സും കോളേജുകളും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജിൽ താല്പര്യമുള്ള കോഴ്സിന് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയായി വയ്ക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ താല്പര്യമനുസരിച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള കോളേജുകളും കോഴ്സുകളും നൽകാവുന്നതാണ്. ഓപ്ഷൻ നൽകുന്നതിൽ ഒരു പരിധിയുമില്ല. നിങ്ങൾക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും ഓപ്ഷൻ നൽകാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് DPharm കോഴ്സിന് താല്പര്യമുണ്ട് എങ്കിൽ അതിന് നേരെ 1 എന്ന് നൽകുക. അതുപോലെ അടുത്ത് ഇഷ്ടമുള്ള കോളേജിനും കോഴ്സിനും നോക്കി 2 എന്ന് നൽകുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകളിൽ ഇഷ്ടമുള്ള കോഴ്സിനും ഓപ്ഷൻ നൽകാവുന്നതാണ്. നൽകിയ ശേഷം അത് സേവ് ചെയ്യുക. അപ്പോൾ താഴെ കാണിക്കുന്നതായിരിക്കും നിങ്ങൾ വെച്ച ഓപ്ഷനുകളെല്ലാം. അതുപോലെ തന്നെ റാങ്ക് കുറഞ്ഞവർ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ മുതൽ മാക്സിമം കോളേജസ് വരെ ഓപ്ഷൻ നൽകുക. ഓപ്ഷൻ നൽകുന്നതിൽ ലിമിറ്റൊന്നുമില്ല. സോ പറ്റുന്നത്ര കോളേജുകൾ ഓപ്ഷൻ നൽകാൻ ശ്രമിക്കുക. അതുപോലെ എത്ര റാങ്ക് വരെ ഉള്ളവർക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഗൂഗിളിൽ കയറി LBS ഡിപ്ലോമ 2023 എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ കോളേജ് ലിസ്റ്റിൽ അഡ്മിഷൻ എടുത്തവരുടെ റാങ്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് ഈ വർഷം കോളേജിൽ കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിൽ കാണിക്കുന്ന പോലെ കറക്റ്റ് ആ റാങ്ക് വരെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കാം. ഓപ്ഷൻ നൽകുന്നവർ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജിൽ തന്നെ താല്പര്യമുള്ള കോഴ്സിന് ഓപ്ഷൻ വയ്ക്കുക. റാങ്ക് കുറഞ്ഞവരാണെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ള കോളേജുകൾ കൂടി താഴെ വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് തന്നെ ആദ്യം വയ്ക്കുക, കോഴ്സും. വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.